നമസ്തേ. രാജ്യാന്തരത്തിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. हम सब जानते हैं गंगा जी को धरती पर लाने के लिए एक भगीरथ प्रयास लगा था। वैसा ही महाप्रयास इस महाकुंभ के भव्य आयोजन में भी हमने देखा है। मैंने लाल किले से सबका प्रयास के महत्व पर जोर दिया था। पूरे विश्व ने महाकुंभ के रूप में भारत के विराट स्वरूप के दर्शन किए। മഹാകുംഭമേള ലോകത്തിന് ഭാരതത്തിന്റെ വിരാട സ്വരൂപം കാണിച്ചു കൊടുത്തെന്ന പ്രധാനമന്ത്രി. മേള പകർന്നത് ഏകതയുടെ അമൃത്. വിജയത്തിനായി പ്രവർത്തിച്ചവർക്ക് നന്ദിയെന്നും ലോക്സഭയിൽ നരേന്ദ്രമോദി. ബഹിരാകാശ നിലയത്തിൽ നിന്ന് ഡ്രാഗൺ പേടകം പുറപ്പെട്ടു. സുനിത വില്യംസും ബുഷ് വിൽമോറും ഭൂമിയിലേക്ക് ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ ലാൻഡ് ചെയ്യും. ഡൊണാൾഡ് ട്രംപ് വ്ളാഡിമിർ പുടിനുമായി സംസാരിക്കും. സംഭാഷണം യുക്രൈൻ വെടിനിർത്തൽ ചർച്ചകളുടെ ഭാഗമായി. ചർച്ച നടത്തുക ടെലിഫോണിലൂടെ. നാഗ്പൂരിലെ മഹൽ പേരിൽ കലാപം. വ്യാജ പ്രചാരണം നടത്തിയ തീവ്ര ഇസ്ലാമിസ്റ്റുകൾക്കെതിരെ കടുത്ത നടപടിയുമായി ഫഡ്നാവിസ് സർക്കാർ. പ്രചരിപ്പിച്ചത് ഔറംഗസേബിന്റെ ശവകുടീരം പൊളിച്ചു നീക്കണമെന്നാവശ്യപ്പെട്ട ഖുർആൻ കത്തിച്ചെന്ന്. വിശദമായ വാർത്തകളിലേക്ക്. മഹാകുംഭമേള ഭാരതത്തിന്റെ വിരാട സ്വരൂപം ലോകത്തിന് കാണിച്ചു കൊടുത്തതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഏകതയുടെയും ആത്മീയതയുടെയും പ്രതീകമായി കുംഭമേള മാറി. മേളയുടെ വിജയത്തിനായി പ്രയത്നിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുന്നതായും പ്രധാനമന്ത്രി ലോക്സഭയിൽ പറഞ്ഞു. മഹാകുംഭമേള സംഘടിപ്പിക്കാൻ പ്രയത്നിച്ച എല്ലാവർക്കും, പ്രത്യേകിച്ച് പ്രയാഗ്രാജിലെ ജനങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ടാണ് ലോക്സഭയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗം ആരംഭിച്ചത്. ഇന്ത്യയുടെ കഴിവുകളെക്കുറിച്ച് സംശയം ഉയർത്തിയവർക്ക് ഇത് മറുപടിയാണ്. വരും തലമുറയ്ക്കും രാജ്യത്തിനും ദിശാബോധം നൽകിയ കുംഭമേള ഭാരതത്തിന്റെ വിരാട സ്വരൂപം ലോകത്തിന് കാണിച്ചു കൊടുത്തതായും പ്രധാനമന്ത്രി പറഞ്ഞു. पूरे विश्व ने महाकुंभ के रूप में भारत के विराट स्वरूप के दर्शन किए। सबका प्रयास का यही साक्षात स्वरूप है. വ്യത്യാസങ്ങളൊന്നുമില്ലാതെ രാജ്യത്തിന്റെ വിവിധ കോണുകളിൽ നിന്നുള്ള ജനങ്ങൾ ഒരു മനസ്സായി ത്രിവേണി സംഗമത്തിൽ സ്നാനം ചെയ്തു. രാജ്യത്തിന്റെ പൈതൃകത്തിലും സംസ്കാരത്തിലും യുവതലമുറയിൽ അഭിമാനം വളർത്തി. അതുകൊണ്ട് തന്നെ സ്വാമി വിവേകാനന്ദന്റെ ചിക്കാഗോ പ്രസംഗം, നേതാജിയുടെ ദില്ലി ചലോ, മഹാത്മാഗാന്ധിയുടെ ദണ്ഡി യാത്ര പോലെ ചരിത്രത്തിലെ നാഴികക്കല്ലായി മഹാകുംഭമേള മാറി. ഏകതയുടെ അമൃതാണ് കുംഭമേള പകർന്നു നൽകിയതെന്നും അദ്ദേഹം പറഞ്ഞു. और ये आत्मविश्वास बढ़ता है कि एक देश के रूप में हम बड़े लक्ष्यों को प्राप्त कर सकते हैं। अपनी परंपराओं से, अपनी आस्था से, अपनी विरासत से जुड़ने की ये भावना आज के भारत की बहुत बड़ी पूंजी है। अध्यक्ष जी, महाकुंभ से अनेक अमृत निकले हैं। एकता का अमृत इसका बहुत पवित्र प्रसाद है. കുംഭമേളയിൽ നിന്ന് പ്രേരണ ഉൾക്കൊണ്ട് നദിയുത്സവങ്ങൾ ആഘോഷമാക്കണം. നദികളുടെ സംരക്ഷണമാണ് ലക്ഷ്യമെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. ജനം, ഡൽഹി. 9 മാസത്തെ ബഹിരാകാശവാസത്തിനു ശേഷം ബുഷ് വിൽമോറും സുനിത വില്യംസും ഭൂമിയിലേക്ക് തിരിച്ചു. ഇന്ത്യൻ സമയം 8:30 അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നും ബുഷ് വിൽമോറും സുനിത വില്യംസും പ്രവേശിച്ച ബഹിരാകാശ പേടകത്തിന്റെ വാതിലുകൾ അടച്ചു. ഇന്ത്യൻ സമയം 10:35 ബഹിരാകാശ നിലയത്തിൽ നിന്നും ഡ്രാഗൺ പേടകം വേർപെട്ട് ഭൂമിയിലേക്ക് യാത്ര തിരിച്ചു. ദീർഘനാളായി നിലനിന്ന ആശങ്കയ്ക്ക് വിരാമമായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നും ഡ്രാഗൺ പേടകം അൺഡോക്ക് ചെയ്തു. ഇന്ത്യൻ സമയം രാവിലെ 10:30 അൺഡോക്കിംഗ്. ഇന്ത്യൻ സമയം രാവിലെ 8:35 ബഹിരാകാശ നിലയത്തിൽ നിന്നും പേടകത്തിലേക്ക് പ്രവേശിക്കുന്ന വാതിലുകൾ അടയ്ക്കുന്ന ഹാച്ചിംഗ് പ്രക്രിയ പൂർത്തിയായി. സാങ്കേതിക കൃത്യത വരുത്തിയതിനു ശേഷമായിരുന്നു അൺഡോക്കിംഗ്.
കഴിഞ്ഞ ജൂണിലായിരുന്നു സുനിത വില്യംസും ബച്ച് വിൽമോറും ബഹിരാകാശ യാത്രയ്ക്കായി സ്റ്റാർലൈനർ പേടകത്തിൽ തിരിച്ചത്. തുടർന്നുണ്ടായ സാങ്കേതിക തകരാറ് മൂലം ഇരുവരും ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങുകയായിരുന്നു. ഇരുവർക്കുമൊപ്പം ബഹിരാകാശ യാത്രികരായ അലക്സാണ്ടർ ഗോർബനോവും നിക് ഹേഗും ഭൂമിയിലേക്ക് തിരിച്ചിട്ടുണ്ട്. നാളെ പുലർച്ചെ 2:45 പേടകത്തിന്റെ ഡി ഓർബിറ്റിംഗ് ആരംഭിക്കും. പുലർച്ചെ 3:27 ഡ്രാഗൺ പേടകം ഭൂമിയെ തൊടും. മെക്സിക്കൻ കടലിലോ അറ്റ്ലാന്റിക് സമുദ്രത്തിലോ ആയിരിക്കും പേടകം ഇറങ്ങുക. സയൻസ് ഡെസ്ക്, ജനം. യുക്രൈൻ വെടിനിർത്തൽ ചർച്ചകളുടെ ഭാഗമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി സംസാരിക്കും. ടെലിഫോണിലൂടെയായിരിക്കും ചർച്ച നടക്കുക. ചർച്ചകൾക്ക് മുൻപ് തന്നെ വെടിനിർത്തൽ സംബന്ധിച്ച വിവിധ വിഷയങ്ങളിൽ റഷ്യയുമായി ധാരണയായതായി ട്രംപ് അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൺ ജോസ് ചേർന്നുണ്ട്. ഐസൺ, നിർണായകമായൊരു ചർച്ചയാകും ഇനി നടക്കാൻ പോകുക. പ്രത്യേകിച്ച് നമുക്കറിയാം, യുക്രൈൻ യുദ്ധം അല്ലെങ്കിൽ യുക്രൈൻ സംഘർഷം വളരെ നാളുകളായി തുടരുകയാണ്. അതിലൊരു ശാശ്വതമായൊരു പരിഹാരം ഉണ്ടാകണമെന്നുള്ളൊരു ആവശ്യമാണ് ലോക നേതാക്കളൊക്കെ തന്നെ മുറ്റുനോക്കുന്നത്. ഒരുപക്ഷെ ഈ ഒരു ചർച്ച അതിനൊക്കെ വഴിവെക്കുമെന്നുള്ളൊരു കാര്യമല്ലേ ഉള്ളത്? തീർച്ചയായും ഈ ചർച്ച യുക്രൈൻ യുദ്ധത്തിൻ്റെ ഒരു പരിസമാപ്തിക്ക് വേണ്ടിയുള്ള നീക്കങ്ങൾ പ്രധാനമായും നടത്തുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിലുള്ള ചർച്ചകൾ തന്നെയായിരിക്കും ഉണ്ടാവുക. പ്രധാനമായും അത്തരം ചർച്ചകൾ തന്നെയായിരിക്കും ഉണ്ടാവുക. നമുക്കറിയാവുന്നതാണ്, അമേരിക്കയുടെ ഒരു റൗണ്ട് ചർച്ചകൾ, അതായത് യുക്രൈനുമായും അതുപോലെ തന്നെ റഷ്യയുമായുള്ള പ്രാഥമികമായ റൗണ്ട് ചർച്ചകളെല്ലാം തന്നെ പൂർത്തിയായി. ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റിൻ്റെ മേശയിലേക്കാണ് ഇപ്പോൾ ചർച്ചകളെല്ലാം എത്തിയിരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ആ ചർച്ചകൾ തുടർന്ന് പോകുന്ന സാഹചര്യത്തിലാണ് പുടിനും അതുപോലെ തന്നെ ട്രംപും തമ്മിൽ ടെലിഫോണിൽ സംസാരിക്കാനുള്ളൊരു നീക്കങ്ങൾ നടക്കുന്നത്. ഇന്ന് രാത്രിയോടെ ഈ ടെലിഫോൺ സംഭാഷണം നടക്കുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഈ സംഭാഷണത്തിൽ വളരെ കൃത്യമായി മറ്റു ചില കാര്യങ്ങൾ കൂടി ലക്ഷ്യം വയ്ക്കുന്നുണ്ട് ട്രംപ്. എങ്കിൽ കൂടി ഏറെ പ്രാധാന്യത്തോടെ നോക്കിക്കാണുന്നത് ഈ യുദ്ധം അവസാനിപ്പിക്കുക, യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുക എന്നൊരു തീരുമാനം തന്നെയാണ്. നമുക്കറിയാവുന്നതാണ്, സൗദിയിലും മറ്റും കൃത്യമായ ചർച്ചകളും മറ്റും നടന്നിരുന്നു. അതായത് യുക്രൈൻ നേരത്തെ റഷ്യയുടെ നേതാക്കളായ റഷ്യൻ വിദേശകാര്യമന്ത്രിയുമായി സൗദിയിൽ ചർച്ച നടന്നിരുന്നു. മാർക്കോ റൂബിയോ ഉൾപ്പെടെയുള്ളവർ ചർച്ച നടത്തിയിരുന്നു. വീണ്ടും തുടർ ചർച്ചകൾ യുക്രൈനുമായി നടക്കുകയും ചെയ്തു. ഇത്തരത്തിൽ യുക്രൈനുമായും റഷ്യയുമായും ചർച്ചകൾ നടന്നതിന് ശേഷം കൃത്യമായ നിലപാട് ബ്രിട്ടൻ്റെ ഭാഗത്തു നിന്ന് ഇക്കാര്യത്തിൽ ഉണ്ടാവുകയും ചെയ്തു. 26ഓളം രാജ്യങ്ങൾ യുക്രൈന് പിന്തുണയായി വരികയും യുക്രൈന് സൈനിക സഹായം ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തുകയും ചെയ്തു. വീണ്ടും ഈ വെടിനിർത്തൽ ധാരണ യാഥാർത്ഥ്യമാകുന്നതോടെ സൈനികമായി ഒരു ആക്രമണം റഷ്യ യുക്രൈന് നേരെ നടത്തില്ല എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി സൈനിക സഹായം, അതായത് അമേരിക്ക നൽകിയിരുന്ന സൈനിക സഹായം പുനഃസ്ഥാപിക്കുന്നത് സംബന്ധിച്ച് ആലോചിക്കുമെന്ന നിലപാടുകളെല്ലാം തന്നെ അമേരിക്ക വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇത്തരത്തിൽ നിരവധിയായ ചർച്ചകൾ നടന്നതിന് ശേഷമാണ് ഇപ്പോൾ പ്രസിഡന്റിൻ്റെ മേശയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് എന്നതാണ് ഏറെ ഗൗരവത്തോടെ നോക്കിക്കാണേണ്ട വിഷയം. ഇന്നത്തെ ചർച്ചയിൽ ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം, വെടിനിർത്തൽ 30 ദിവസത്തെ താൽക്കാലിക വെടിനിർത്തലിന് റഷ്യ എടുക്കുന്ന നിലപാടെന്ത്? റഷ്യ നിലപാടെടുക്കുമ്പോൾ നേരത്തെ തന്നെ റഷ്യൻ പ്രസിഡന്റ് പറഞ്ഞിരുന്നത്, അത്തരത്തിലൊരു നിലപാടെടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ, അതായത് യുക്രൈനുമായി 3 വർഷത്തിലേറെയായി നടക്കുന്ന ഈ യുദ്ധത്തിൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണമെന്ന നിലപാടാണ്. അക്കാര്യത്തിൽ കൃത്യമായൊരു നീക്കം ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുകയും അക്കാര്യം യുക്രൈനുമായി സംസാരിക്കുകയും ഒരു സെറ്റിൽമെൻറ്റിൽ എത്തിക്കാൻ സാധിക്കുകയും ചെയ്യുമെന്ന പ്രതീക്ഷയാണുള്ളത്. അത്തരത്തിലൊരു സെറ്റിൽമെൻറ്റിൽ എത്തിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും യൂറോപ്യൻ രാജ്യങ്ങൾ ഈ യുക്രൈനെ പിന്തുണയ്ക്കുന്ന 26ഓളം യൂറോപ്യൻ രാജ്യങ്ങൾ ഇക്കാര്യത്തിൽ കൃത്യമായൊരു നിലപാട് സ്വീകരിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ യുദ്ധം ഒരു സമാധാനത്തിലേക്ക് നീക്കിക്കൊണ്ടു പോകുന്നതിനുള്ള കാര്യങ്ങൾ തെളിഞ്ഞു വരുന്നതെന്ന് തന്നെ മനസ്സിലാക്കാവുന്നൊരു പശ്ചാത്തലമാണ് നിലനിൽക്കുന്നത്. എങ്കിൽ കൂടി ഈ ചർച്ചയിൽ വളരെ ഗൗരവമായി ഈ വിഷയങ്ങളെല്ലാം തന്നെ ചർച്ച ചെയ്യപ്പെടുമെന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. മറ്റ് ചില സുപ്രധാന വിവരങ്ങളും ഈ ചർച്ച സംബന്ധിച്ച് പുറത്തു വരുന്നുണ്ട്. അത് ഈ പവർ പ്ലാന്റുകൾ സ്ഥാപിക്കുന്നത് സംബന്ധിച്ചും അക്കാര്യത്തിൽ, അതായത് പവർ പ്ലാന്റുകളുടെ സഹകരണം, അത്തരത്തിലുള്ള കാര്യങ്ങൾ, അതായത് വാണിജ്യ ഊർജ്ജ രംഗത്തെ സഹകരണം ഇരു രാജ്യങ്ങളും തമ്മിൽ നടത്തുന്നത് സംബന്ധിച്ചുള്ള ചർച്ചകളുമെല്ലാം തന്നെ പുടിനും ട്രംപും ചേർന്ന് നടക്കുന്ന ഈ ടെലിഫോൺ സംഭാഷണത്തിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എങ്കിലും ഏറ്റവും സുപ്രധാനമായ കാര്യം ഈ വിഷയം തന്നെയാണ്, അതായത് യുക്രൈൻ യുദ്ധം തന്നെയാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇത് വലിയ പ്രതീക്ഷയോടെ തന്നെ കാത്തിരിക്കുകയാണ് യുക്രൈനും അതുപോലെ തന്നെ വ്ളാഡിമിർ പുടിനും. എല്ലാവരും തന്നെ യുക്രൈൻ ഇക്കാര്യത്തിൽ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നതിൻ്റെ അടിസ്ഥാന കാരണം, വെടിനിർത്തൽ സാധ്യമാവുകയാണെങ്കിൽ തീർച്ചയായും യുക്രൈനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ഒരു നേട്ടം തന്നെയായിരിക്കും. അത്തരത്തിൽ സുരക്ഷിതമായൊരു സാഹചര്യം യുക്രൈൻ ഒരുക്കാൻ സാധിച്ചിരിക്കുന്നു. യൂറോപ്യൻ രാജ്യങ്ങളുടെ പിന്തുണ ലഭ്യമാക്കിയിരിക്കുന്നു. അത്തരത്തിലൊരു പശ്ചാത്തലം വീണ്ടും നാറ്റോ അധ്യക്ഷൻ ഉൾപ്പെടെ ഈ വിഷയത്തിൽ ഇടപെട്ട ഒരു സാഹചര്യം പോലും നിലനിൽക്കുമ്പോൾ യുക്രൈനെ സംബന്ധിച്ചിടത്തോളം 26ഓളം രാജ്യങ്ങളുടെ നേരിട്ടുള്ള പിന്തുണ, സാമ്പത്തികവും സൈനികവുമായുള്ള പിന്തുണ ബ്രിട്ടൻ്റെയും അതുപോലെ തന്നെ ഫ്രാൻസിൻ്റെയും ലഭിക്കുന്നു. അത്തരത്തിലുള്ള ഒരു വലിയ പിന്തുണ യുക്രൈന് ലഭിക്കുകയും ചെയ്തൊരു പശ്ചാത്തലത്തിൽ തീർച്ചയായും അമേരിക്ക പോലും സൈനിക സഹായം പുനഃസ്ഥാപിക്കുമെന്ന നിലപാട് കൂടി അറിയിക്കുമ്പോൾ തീർച്ചയായും വലിയ പ്രതീക്ഷയോടെ തന്നെയാണ് യുക്രൈനും കാത്തിരിക്കുന്നത്. ഇന്ന് രാത്രി ഏറെ നിർണായകമാണ് യുക്രൈൻ യുദ്ധത്തെ സംബന്ധിച്ചിടത്തോളം എന്നതാണ് ഏറ്റവും സുപ്രധാനമായ വാർത്ത.
ഐസൺ, നമുക്കറിയാം വളരെ നാളുകളായി തുടരുന്ന ഒരു സംഘർഷമാണ് യുക്രൈനിൽ നടക്കുന്നത്. പ്രത്യേകിച്ചും യുക്രൈൻ്റെ അതിർത്തി പ്രദേശങ്ങളിലൊക്കെ തന്നെയും ഇപ്പോഴും കനത്ത സംഘർഷം തുടരുന്നുണ്ട്. ഒരുപക്ഷെ ഈ ചർച്ചകൾ ഫലം കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വെടിനിർത്തൽ സാധ്യമായി കഴിഞ്ഞാൽ ആദ്യം നൽകുന്ന പരിഗണന ഇത്തരം പ്രദേശങ്ങളിലെ സാധാരണക്കാരുടെ ജീവിതത്തെ സാധാരണഗതിയിൽ കൊണ്ടുവരിക എന്നുള്ളൊരു കാര്യം തന്നെയല്ലേ? പ്രത്യേകിച്ചും അവരെ മറ്റ് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുക ഉൾപ്പെടെ, അല്ലെങ്കിൽ മനുഷ്യ സഹായങ്ങൾ എത്തിക്കുക, അത്തരം കാര്യങ്ങൾക്ക് തന്നെയാകില്ലേ പ്രഥമ പരിഗണന നൽകുക? തീർച്ചയായും വിഷ്ണു, അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് പ്രഥമ പരിഗണന നൽകുക എന്നത് വളരെ കൃത്യമായ നിലപാട് തന്നെയാണ്. അത്തരത്തിൽ പ്രഥമ പരിഗണന നൽകുന്നതിന് വേണ്ടി തന്നെ നിരവധിയായ നീക്കങ്ങൾ നടക്കുമെന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. പ്രാഥമികമായി നമുക്കറിയാവുന്നതാണ്, ഈ സുരക്ഷ ഉറപ്പാക്കുന്നതിന് മുന്നോടിയായി ഇത്തരത്തിലുള്ള രക്ഷാ സംവിധാനങ്ങൾ, അതായത് അവിടുത്തെ സാധാരണക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും അവരുടെ പുനരധിവാസം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും കൃത്യമായൊരു ഇടപെടലുണ്ടാകുമെന്ന് തന്നെയാണ് ഏത് യുദ്ധത്തിൻ്റെയും ഒരു പരസ്പര സമാധാന ചർച്ചകളുടെ പ്രാഥമ ഭാഗമായി നടക്കുക. അത്തരത്തിലുള്ള നീക്കങ്ങൾ എന്തായാലും ഈ വിഷയത്തിലും ഉണ്ടാകുമെന്ന കാര്യത്തിലും തർക്കമില്ല. നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന സൂചനകളെല്ലാം അനുസരിച്ച് ഏതാണ്ട് ഇന്ന് വൈകുന്നേരത്തോടു കൂടി ചർച്ചകൾ നടക്കുമെന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. അത്തരത്തിൽ ചർച്ചകൾ നടക്കുമ്പോൾ ഇന്ന് 10 മണി 11 മണിയോടൊക്കെ കൂടി, ഇന്ത്യൻ സമയം 10 മണിയോടൊക്കെ കൂടി ഈ ചർച്ചകൾ ആരംഭിക്കുമെന്ന സൂചനകളാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. അത്തരത്തിലുള്ള ചർച്ചകൾ ആരംഭിക്കുന്നതോടുകൂടി ഈ പ്രശ്നം പരിഹരിക്കുന്നതിന്, യുക്രൈൻ വിഷയം പരിഹരിക്കുന്നതിന് കാര്യമായ ഇടപെടൽ സാധ്യമാകുമെന്ന പ്രതീക്ഷ തന്നെയാണുള്ളത്. അത്തരത്തിൽ ഇടപെടൽ സാധ്യമാകുകയും ഒരുപക്ഷെ നാളെ നേരം വെളുക്കുന്നത്, ഭാരതത്തിലൊക്കെ നേരം വെളുക്കുന്നത് ഒരുപക്ഷെ യുക്രൈൻ യുദ്ധത്തിന് ഒരു സമാധാന ധാരണയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്ന പ്രതീക്ഷാ നിർഭരമായ വാർത്തകളിൽ കൂടി ആയിരിക്കുമെന്ന് തന്നെയാണ് നിലവിലെ സാഹചര്യങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്ത് തന്നെയായാലും കൃത്യമായൊരു നീക്കങ്ങൾ ഇതിൻ്റെ ഭാഗമായി നടക്കുന്നുവെന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. ശരി, ഐസൺ ജോസാണ് വിശദമായ റിപ്പോർട്ടുകൾ. ന്യൂസിലാൻഡ് കേന്ദ്രീകരിച്ച ഇന്ത്യ വിരുദ്ധ ശക്തികൾ പ്രവർത്തിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭാരതം സന്ദർശിക്കുന്ന ന്യൂസിലാൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലെക്സനുമായുള്ള കൂടിക്കാഴ്ചയിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം മുന്നോട്ട് വെച്ചത്. ഇരു രാജ്യങ്ങളും തമ്മിൽ സൈനിക രംഗത്ത് സഹകരിച്ച് പ്രവർത്തിക്കുന്നതിന് വിശാലമായ റോഡ് മാപ്പ് തയ്യാറാക്കാനും കൂടിക്കാഴ്ചയിൽ തീരുമാനമായി. സ്വതന്ത്ര വ്യാപാര കരാർ ധാരണയും ഇന്ത്യയും ന്യൂസിലാൻഡും തമ്മിൽ ഉടൻ ഉണ്ടാകും. ന്യൂസിലാൻഡ് കേന്ദ്രീകരിച്ച് നിരവധി ഇന്ത്യ വിരുദ്ധ ശക്തികൾ പ്രവർത്തിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂസിലാൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലെക്സനുമായുള്ള കൂടിക്കാഴ്ചയിലാണ് നരേന്ദ്രമോദി ഇക്കാര്യം മുന്നോട്ട് വെച്ചത്. ഇത്തരം പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യാൻ കാര്യമായ ഇടപെടലുണ്ടാകണമെന്നും അദ്ദേഹം പറഞ്ഞു. സൈനിക രംഗത്ത് ഇരു രാജ്യങ്ങളും തമ്മിൽ സഹകരിച്ച് പ്രവർത്തിക്കുന്നതിന് വിശാലമായ റോഡ് മാപ്പ് തയ്യാറാക്കാനും നേതാക്കൾ തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ തീരുമാനമായി. ഇന്ത്യയുമായുള്ള സഹകരണം ശക്തമാക്കുന്നതിനും സൈനികേതര ബന്ധം ഉറപ്പാക്കുന്നതിനും ഇരു രാജ്യങ്ങളും ചേർന്ന് പ്രവർത്തിക്കും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര വ്യാപാര ധാരണയ്ക്ക് രണ്ടു നേതാക്കളും അംഗീകാരം നൽകി. അനധികൃത കുടിയേറ്റം തടയുന്നതിനും ഇരു രാജ്യങ്ങളും സംയുക്തമായ നടപടികൾ സ്വീകരിക്കും. ഭീകരതയ്ക്കെതിരെ കർശന നിലപാട് വേണമെന്ന് ഇരു നേതാക്കളും അംഗീകരിച്ചു. ഭീകരതയ്ക്ക് ധനസഹായം നൽകുന്നത് തടയുന്നതിനും ഇരു രാജ്യങ്ങളും തമ്മിൽ ഒന്നിച്ച് പ്രവർത്തിക്കാനും ധാരണയായി. 5 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്നലെയാണ് ക്രിസ്റ്റഫർ ലെക്സൺ ഇന്ത്യയിലെത്തിയത്. അദ്ദേഹത്തോടൊപ്പമുള്ള പ്രതിനിധി സംഘം വിവിധ ബിസിനസ് ടു ബിസിനസ് മീറ്റിംഗുകളിലും പങ്കെടുക്കുന്നുണ്ട്. നാഷണൽ ഡെസ്ക്, ജനം. ഗാസയിലും ലബനനിലും ശക്തമായ ആക്രമണം നടത്തി ഇസ്രായേൽ. 250ഓളം പേർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ഹമാസിന്റെ ശക്തി കേന്ദ്രങ്ങളായ ഖാൻ യൂനിസിലും ഡെർ അൽ ബലയിലും റഫയിലുമാണ് ആക്രമണം നടന്നത്. ലബനിലെ ഹിസ്ബുള്ള ശക്തി കേന്ദ്രങ്ങളിലും ഇസ്രായേൽ ആക്രമണം നടത്തിയിരുന്നു. ബന്ദികളുടെ മോചനം വൈകുന്നതാണ് ഹമാസിനെതിരെ ശക്തമായ ആക്രമണം നടത്താൻ ഇസ്രയേലിനെ പ്രേരിപ്പിച്ചത്. ഖാൻ യൂനിസിലും ഡെർ അൽ ബലയിലും റഫയിലുമാണ് ആക്രമണം നടന്നത്. ആക്രമണത്തിൽ 250-ലേറെ പേർ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരുക്കേൽക്കുകയും ചെയ്തു. വൻ നാശനഷ്ടങ്ങൾ ഉണ്ടായതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. ബന്ദികളുടെ മോചനം വൈകുന്നത് കടുത്ത നടപടിയിലേക്ക് നീങ്ങാൻ ഇസ്രായേലിനെ വീണ്ടും പ്രേരിപ്പിക്കുകയാണ്. 1ാം ഘട്ട വെടിനിർത്തൽ ദീർഘിപ്പിക്കാൻ ഹമാസ് സമ്മതം നൽകിയെങ്കിലും മോചനം നടപ്പായിരുന്നില്ല. ഈ സാഹചര്യത്തിലാണ് കടുത്ത ആക്രമണത്തിലേക്ക് വീണ്ടും ഇസ്രായേൽ കടന്നത്. ജനുവരി 19-ന് വെടിനിർത്തൽ ധാരണ നടപ്പായതിനു ശേഷം ആദ്യമായാണ് ഇസ്രായേൽ ശക്തമായ ആക്രമണം നടത്തുന്നത്. ലെബനനിലെ ഹിസ്ബുള്ള ശക്തി കേന്ദ്രങ്ങളിലും മണിക്കൂറുകളുടെ ഇടവേളയിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയിരുന്നു. ഹിസ്ബുള്ള ഭീകരർ തമ്പടിച്ചിരുന്ന കേന്ദ്രങ്ങളിലായിരുന്നു ആക്രമണം. വൻതോതിൽ ആയുധങ്ങൾ സംഭരിക്കുന്നതായി റിപ്പോർട്ടുകൾ ലഭിച്ചതിനെ തുടർന്നാണ് കടുത്ത നടപടിയിലേക്ക് ഇസ്രായേൽ കടന്നത്. 42 ദിവസം നീണ്ടുനിന്ന ഇസ്രായേൽ ഹമാസ് 1ാം ഘട്ട വെടിനിർത്തൽ പൂർത്തിയായിട്ടും മുഴുവൻ ബന്ദികളെയും മോചിപ്പിക്കുന്നതിൽ ഹമാസ് കരാർ പാലിച്ചില്ല. 1ാം ഘട്ട കാലാവധി നീട്ടിയെങ്കിലും 2ാം ഘട്ടത്തിലെ സൈനിക പിന്മാറ്റ നടപടിയിലേക്ക് ഇസ്രായേൽ നീങ്ങിയതുമില്ല. ബന്ദികളുടെ മോചനം യാഥാർത്ഥ്യമായില്ലെങ്കിൽ കടുത്ത നടപടികൾ ഉണ്ടാകുമെന്ന കൃത്യമായ മുന്നറിയിപ്പ് തന്നെയാണ് ആക്രമണത്തിലൂടെ ഇസ്രായേൽ നൽകിയിരിക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.
നാഗ്പൂരിൽ ഖുറാൻ കത്തിച്ചു എന്ന വ്യാജ പ്രചരണത്തിന്റെ പേരിൽ കലാപത്തിനിറങ്ങിയ സംഭവത്തിൽ തീവ്ര ഇസ്ലാമിസ്റ്റുകൾക്കെതിരെ കടുത്ത നടപടിയുമായി ഫഡ്നാവിസ് സർക്കാർ. ഔറംഗസേബിന്റെ ശവകുടീരം പൊളിച്ചു നീക്കണമെന്നാവശ്യപ്പെട്ട് ഖുറാൻ കത്തിച്ചുവെന്നായിരുന്നു വ്യാജ പ്രചരണം. സംഭവത്തിൽ 47 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. നാഗ്പൂരിന്റെ പല മേഖലകളിലും കർഫ്യൂവും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നഗരത്തിൽ പോലീസ് വൻ സുരക്ഷാ സന്നാഹമാണ് ഒരുക്കിയിട്ടുള്ളത്. നാഗ്പൂരിലെ മഹൽ മേഖലയിൽ ഇസ്ലാമിസ്റ്റുകൾ ഇന്നലെ രാത്രിയാണ് അക്രമം അഴിച്ചുവിട്ടത്. മുഖംമൂടി അണിഞ്ഞ മാരക ആയുധങ്ങളുമായി എത്തിയ അക്രമികൾ 10 വാഹനങ്ങൾക്കും നിരവധി കടകൾക്കും തീയിട്ടു. നാഗ്പൂർ DCP നിഖേതൻ ഖതം ഉൾപ്പെടെ 15 പേർക്ക് കല്ലേറിൽ പരിക്കേറ്റു. പ്രദേശത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന വനിതാ പോലീസ് കോൺസ്റ്റബിളിന്റെ കാൽ അക്രമികൾ തല്ലിയൊടിച്ചു. മുഗൾ ഭരണാധികാരി ഔറംഗസേബിന്റെ പേരിൽ മുദ്രാവാക്യം വിളിച്ചായിരുന്നു അക്രമം. പ്രദേശത്ത് വൻ പോലീസ് സംഘം ക്യാമ്പ് ചെയ്യുന്നുണ്ട്. സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ നാഗ്പൂർ നഗരത്തിൽ കർഫ്യൂ ഏർപ്പെടുത്തി. अभी सिचुएशन पीसफुल है नागपुर शहर में और हमने कुछ एरियाज में कर्फ्यू लगाया. लगभग 11 जो हमारे पुलिस स्टेशन हैं जो कि मिक्स लोकेलिटीज़ में है उसके आसपास हैं और सिचुएशन अभी कंट्रोल में है और शांतता है. മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസും കേന്ദ്രമന്ത്രിയും നാഗ്പൂർ MPയുമായ നിതിൻ ഗഡ്കരിയും സമാധാനത്തിന് ആഹ്വാനം ചെയ്തു. നാഗ്പൂർ സമാധാനത്തിന്റെയും ശാന്തിയുടെയും നഗരമാണെന്നും കലാപം ലക്ഷ്യമിട്ട് നടത്തുന്ന ഊഹാപോഹങ്ങളിൽ വിശ്വസിക്കരുതെന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചു. और मैं सभी को अपील करता हूं कि नागपुर एक बहुत ही शांति प्रिय इस प्रकार की नगरी है. यहाँ की शांति भंग न हो इस प्रकार से सभी लोगों ने व्यवहार और बर्ताव करना चाहिए और कोई भी अगर इस प्रकार से तनाव निर्माण करने का प्रयास करेगा तो उसके ऊपर बहुत कड़ी कार्रवाई की जाएगी. മുഗൾ ഭരണാധികാരി ഔറംഗസേബിന്റെ ശവകുടീരം സാംബാജി നഗറിൽ നിന്നും നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഇന്നലെ മഹാരാഷ്ട്രയിൽ വിശ്വ ഹിന്ദു പരിഷത്തും ബജ്രംഗ് ദളും പ്രതിഷേധ ദിനം ആചരിച്ചിരുന്നു. സമാധാനപരമായിരുന്നു വിശ്വ ഹിന്ദു പരിഷത്തിന്റെ പ്രതിഷേധം. എന്നാൽ VHPയുടെ പ്രകടനത്തിൽ ഖുറാൻ കത്തിച്ചെന്ന വ്യാജ പ്രചരണത്തെ തുടർന്നാണ് നാഗ്പൂരിൽ ഇസ്ലാമിസ്റ്റുകൾ കലാപം അഴിച്ചുവിട്ടത്. ജനം, ഡൽഹി. ലബനിലെ ഹിസ്ബുള്ള സായുധ കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ ആക്രമണം. വൻതോതിൽ ആയുധങ്ങൾ ശേഖരിച്ച ഇടങ്ങളിലായിരുന്നു ആക്രമണം ഉണ്ടായത്. ഇസ്രായേൽ ലബനൻ ധാരണകൾക്ക് വിരുദ്ധമായാണ് സൈനിക സംവിധാനങ്ങൾ ഹിസ്ബുള്ള നിലനിർത്തിയതെന്നും ഇസ്രായേൽ അറിയിച്ചു. ദക്ഷിണ ലബനിലെ ബെക്ക താഴ്വരയിലായിരുന്നു ആക്രമണം നടന്നത്. വീണ്ടും വാർത്തകളിലേക്ക്. സുപ്രീം കോടതി ജഡ്ജിമാർ മണിപ്പൂരിലേക്ക്. ജസ്റ്റിസ് BR ഗവായിയുടെ നേതൃത്വത്തിൽ 6 അംഗ സംഘം ഈ മാസം 22-നാകും മണിപ്പൂരിലെത്തുക. നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റി ആരംഭിക്കുന്ന സൗജന്യ നിയമ ചികിത്സ സഹായ ക്യാമ്പ് ജസ്റ്റിസ് BR ഗവായി ഉദ്ഘാടനം ചെയ്യും. കൂടുതൽ വിവരങ്ങളുമായി S നന്ദഗോപൻ ചേർന്നുണ്ട്. നന്ദൻ, എന്താണ് മറ്റു വിവരങ്ങൾ? ജസ്റ്റിസ് BR ഗവായി, അതേപോലെ തന്നെ ജസ്റ്റിസ് സൂര്യകാന്ത്, വിക്രംനാഥ്, MM സുന്ദരേഷ്, KV വിശ്വനാഥൻ, N കോടീശ്വർ എന്നീ ജഡ്ജിമാരടങ്ങുന്ന സംഘമാണ് 22-ാം തീയതി മണിപ്പൂർ സന്ദർശിക്കുക. അവിടെ നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ സൗജന്യ നിയമ പരിരക്ഷാ കേന്ദ്രം അവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടും. വിർച്വലായാണ് ജസ്റ്റിസ് BR ഗവായ്, അദ്ദേഹം ഈ നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റി ചെയർമാൻ കൂടിയാണ്. ഈ നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ നിയമസഹായ കേന്ദ്രങ്ങൾ അദ്ദേഹം വിർച്വലായി ഉദ്ഘാടനം ചെയ്യുന്നതിന് പുറമെ മണിപ്പൂരിലെ മറ്റ് ജില്ലകളിലേക്കും ഇതുമായി ബന്ധപ്പെട്ട് നിയമസഹായ കേന്ദ്രങ്ങൾ വ്യാപിപ്പിക്കുവാൻ വേണ്ടിയുള്ള തീരുമാനമുണ്ടായിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി മറ്റ് ജില്ലകളിലുള്ള ഈ ക്യാമ്പുകൾ ഇംഫാൽ ഈസ്റ്റ്, ഇംഫാൽ വെസ്റ്റ് അടക്കമുള്ള പ്രദേശങ്ങളിലേക്കും നിയമ സഹായ കേന്ദ്രങ്ങൾ വ്യാപിപ്പിക്കാൻ വേണ്ടിയാണ് തീരുമാനം. ഒപ്പം തന്നെ ചെന്നൈയിൽ നിന്നും എത്തിയ ഡോക്ടർമാരുടെ സംഘമടങ്ങുന്ന മെഡിക്കൽ സംഘവും ഇവർക്കൊപ്പം ഉണ്ടാകും. ഇവർ അവിടെ അടുത്ത 6 ദിവസങ്ങളിൽ തുടർച്ചയായി ഒരു മെഡിക്കൽ ക്യാമ്പ് കൂടി സംഘടിപ്പിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട്. സൗജന്യമായി നിയമപരിരക്ഷ നൽകുക, ഒപ്പം തന്നെ സൗജന്യ ചികിത്സ നൽകുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇപ്പോൾ ഈ ജഡ്ജിമാരുടെ ഒരു സംഘം മണിപ്പൂർ സന്ദർശിക്കുന്നത്. ശരി, S നന്ദഗോപനാണ് വിവരങ്ങൾ നൽകിയത്. കേരള രാജ്ഭവൻ പബ്ലിക് റിലേഷൻ ഓഫീസറായി S സുബ്രഹ്മണ്യൻ IAS ചുമതലയേൽക്കും. തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിലുള്ള ഇമ്പാക്ട് കേരള മാനേജിംഗ് ഡയറക്ടറാണ് S സുബ്രഹ്മണ്യൻ. ഇന്ത്യൻ ഇൻഫർമേഷൻ സർവീസ് 2001 ബാച്ച് ഉദ്യോഗസ്ഥൻ കൂടിയാണ് അദ്ദേഹം. ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്തേ.